പോലെ സാറ്റ് കളിക്കണം, 70 കളിക്കണം എന്നൊക്കെ അവൻ്റെ ആഗ്രഹമായിരുന്നു. ആ, എവിടെയായിരുന്നല്ലോ വേണു താൻ ഇത്രയും നാൾ? തന്നെ കാണണമെന്ന് അവന് വലിയ ആഗ്രഹമായിരുന്നു. മാലതിക്ക് ഓർമ്മയുണ്ടോ ഈ വേണു ജോസഫിൻ്റെ കൈവശം തനിക്ക് കൊടുത്തയച്ച പ്രഥമ പ്രണയലേഖനം? താനെന്ന് വിചാരിച്ചത് ജോസഫാണ് തന്നെ പ്രണയിക്കുന്നതെന്ന്. താൻ എന്താ ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോന്നോ? അന്ന് കയ്യിൽ കിട്ടിയ കത്ത് ഒന്ന് പൊട്ടിച്ചു പോലും നോക്കാൻ മെനക്കെടാതെ നേരെ കുട്ടപ്പ സാറിന്റെ കൈ കൊണ്ടുകൊടുത്തു. കുട്ടപ്പ സാർ അന്ന് ജോസഫിന് കൊടുത്ത അടിയുടെ ശബ്ദം അങ്ങ് മൂത്രപ്പര നിന്ന് ഞാൻ വരെ കേട്ടു. ഇവർ രണ്ടുപേരുടെയും പ്രയോഗത്തിന് വിത്തിടാൻ പോയ പാവൻ ജോസഫ് അടി കൊണ്ടത് മാത്രം മിച്ചം. കടവിലെടുക്കാറായ വള്ളം മുക്കി വേണുവിന്റെ പാട്ടിന് പോയി, മാലതിയുടെ വഴി. ആ, ജോസഫിനുള്ള സ്നേഹം കൊണ്ടാണല്ലോ ഞാൻ വിളിച്ച ഉടനെ തന്നെ നിങ്ങളെല്ലാവരും ഇവിടെ വന്നെത്തിയത്. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ വന്നു ചേർന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഒരു കപ്പ് ചായ കുടിച്ചാൽ മതി. ഇനി അടുത്ത ഊഴം ആരുടേതാണെന്ന് അറിയില്ല. രണ്ടു പേർക്ക് വിത്തൗട്ട് വേണം. അവിടെ അവർക്ക് ചായ കുടി. മധുരമുള്ളതാണോ? മധുരമുള്ളത് വേണ്ട. അവനങ്ങനെയുള്ള ഹെൽത്ത് കെയർ ഉണ്ടായിരുന്ന ഒരാളല്ലാന്നാണ് പറയുന്നത്. വട കഴിക്കുന്നില്ലേ? ഓ, ഇത് ഉഴുന്നുവട. ഇത് എന്തോ ഇത് ഒരുമാതിരി എണ്ണയിൽ പൊടിച്ചിരിക്കുകയാണ്. ഇത് ആകപ്പാടെ ഇതാണല്ലോ. ഇത് ശരിക്കും ചേട്ടാ വെളിച്ചെണ്ണയല്ല. ആക്ച്വലി ഇത് റീസൈക്കിൾഡ് ഓയിൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് സ്ഥിരമായിട്ട് കഴിച്ചാൽ പല മാരകമായ രോഗങ്ങളും വരും. അതായത് കൊണ്ടുപോവാ. ഞാൻ കഴിക്കും. ഇതും രണ്ടുമൊക്കെ കഴിക്കും ഞാൻ. ആയിക്കോട്ടെ. അവൻ ചുമ്മാ ബാസ്മതിയെ പറ്റി എന്തെങ്കിലും എനിക്ക് വേണ്ട. വേണ്ട, എനിക്ക് വേണ്ട. അവരുടെ കാര്യം പോട്ടെ, നമുക്ക് പറയാം. ഇവരങ്ങനെ നമ്മുടെ രാമകൃഷ്ണനെ ഞാൻ അങ്ങോട്ട് ശരി എന്നാ പിന്നെ കാണാം. വളരെ സെറ്റിൽഡ് ആണ്. മാലതി എവിടെയാ സെറ്റിൽ ചെയ്തിരിക്കുന്നത്? ഞാൻ കൊട്ടാരക്കരയാണ്. വീണ് പുറത്തെവിടെയോ വരുന്നില്ലേ? ഭോപ്പാലിലായിരുന്നു. ഇപ്പോ തൃപ്പൂണിത്തുറ സെറ്റിൽ ചെയ്തിരിക്കുക. കുട്ടികളൊക്കെ? എനിക്കൊരു മോൻ. മാലതിക്ക് ഒരു മോള്. മാലതി, ഹസ്ബൻഡ് വന്നു, ഞാൻ അങ്ങ് പോവുക. എനിക്കിപ്പോ ഒരു ബസ്സുണ്ട്, ഞാനും പോവാ. ഞാൻ ആ വഴിക്കാ മാലതി പോകുന്നത്. മാലതിയെ സ്റ്റാൻഡിൽ വിടാം. വേണ്ട, ഞാനൊരു ഓട്ടോ പിടിച്ചങ്ങ് പൊക്കോളാം. ചെല്ല മാലതി, ബസ് സ്റ്റാൻഡ് വരെ മെണ്ടിയും പറഞ്ഞും പോകാമല്ലോ. എന്നാ ഞാൻ പോട്ടെ, ബൈ. വാ മാലതി, ഞാനിങ്ങോട്ട് വിട്ടേക്കാം. ജോസഫിനെ ഇടയ്ക്ക് കണ്ടിരുന്നോ? ഒരിക്കൽ കണ്ടിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോകുമ്പോ അതേ കമ്പാർട്ട്മെന്റിൽ ജോസഫും ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടേ ഇല്ല. നാട്ടിലേക്ക് അങ്ങനെ വരവൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോ കൊണ്ടുപോകരുതേ എൻ മുരളിക്ക് ചിലപ്പോ ഇതെങ്ങനെയാ? നിർത്തു വേണു. എന്തു പറ്റി? മാലതി പാട്ടങ്ങ് മറന്നോ? മാലതി എന്നെ ഓർക്കാറുണ്ടായിരുന്നോ?
ഓർക്കാറുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാ ഇല്ലെന്ന് പറഞ്ഞ കള്ളവ. സത്യത്തിൽ രാഘവൻ ഈ ചടങ്ങിന് എന്നെ വിളിച്ചപ്പോൾ മാലതിയെ കൂടി കാണാമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ വന്നത്. ബസ് സ്റ്റാൻഡിലേക്ക് എത്താൻ ഇനി ഒരുപാട് ദൂരമുണ്ടോ? ബസ് സ്റ്റാൻഡിലെത്തി. അന്ന് എന്തിനാ എന്നെ തനിച്ചാക്കി പോയത്? അത് കഴിഞ്ഞ കാര്യമല്ലേ. എനിക്കറിയണം എന്തിനാ എന്നെ വിട്ടിട്ട് പോയത്. ഇനിയും അറിഞ്ഞിട്ട് എന്തിനാ? ഇനി പറയാൻ പറ്റിയില്ലെങ്കിലോ? ജോസഫ് പോയ പോലെ. അത് മാലുവിൻ്റെ നല്ലതിന് വേണ്ടിയായിരുന്നു. എന്റെ നല്ലതിനോ? മാലു വലിയൊരു തറവാട്ടിലെ സന്തതി. പണം, പ്രതാപം. ഞാനാരായിരുന്നു? ഒരു താഴ്ന്ന കുടുംബത്തിലായിരുന്നു. എൻ്റെ കൂടെ വന്നാൽ ഒരു സൗകര്യവും എനിക്ക് ചെയ്തു തരാൻ പറ്റുമായിരുന്നില്ല. ഞാൻ അങ്ങനെ വല്ലോ വേണുവിനോട് പറഞ്ഞായിരുന്നു? പറ വേണു, എന്തെങ്കിലും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? മാലുവിൻ്റെ അച്ഛനും ഏട്ടനും എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞ് അവരെന്നെ ഭീഷണിപ്പെടുത്തി. ഭീഷണി പേടിച്ചല്ല മാലതി ഞാൻ പോയത്. വലിയ വീടും സൗകര്യമുള്ള ഒരാളാണ് നിനക്ക് ചേരുന്നതെന്ന് അവർ പറഞ്ഞപ്പോൾ, എൻ്റെ കൂടെ നീ ആജീവനാന്തം കഷ്ടപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് എനിക്കും തോന്നി. എനിക്കറിയാം ഞാൻ വിളിച്ചാൽ നീ എൻ്റെ കൂടെ വരുമായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത്? ഒരു ചറ്റക്കുടലും കുറേ പ്രാരാബ്ദങ്ങളും മാത്രം. എല്ലാ സൗകര്യങ്ങളോട് ജീവിച്ച നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നില്ലേ? അതെനിക്ക് സഹിക്കാൻ പറ്റുമായിരുന്നില്ല. അത്രമാത്രം ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു പോയി. മാലതി, 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 എനിക്ക് മാലതി, എന്ത് പറ്റി മാലതി? മാലതി, മാലതി, കണ്ണു തുറക്കും മാലതി, വെള്ളം വിടും മാലതി, എനിക്ക് മാലതി, മാലതി കണ്ണു തുറക്കും മാലതി. ഒരു വണ്ടി വിളിക്ക്. നിങ്ങളുടെ വണ്ടി തന്നെ കേട്ടു. ആരെങ്കിലും സഹായിക്കും. എടുക്ക. വൈഫ് ബി.പിയുടെ മരുന്ന് വല്ലതും കഴിക്കുന്നുണ്ടോ? മരുന്ന് മുടക്കരുത്, കൃത്യമായി കഴിക്കണം. മാത്രമല്ല ബി.പി വളരെ ലോ ആണ്, കൂടാതെ അനീമിയയുമുണ്ട്. ഡ്രിപ്പ് തീർന്നിട്ട് പോകാം. താങ്ക് യു ഡോക്ടർ. പിന്നൊരു കാര്യം, വൈഫിനെ ഒറ്റയ്ക്കെങ്ങ് യാത്ര ചെയ്യിക്കരുത്, വളരെ സൂക്ഷിക്കണം. ശരി. ശരി ഡോക്ടർ. ബി.പി ലോ ആയതാ. ഡ്രിപ്പ് തീർന്ന പോകാമെന്നാ ഡോക്ടർ പറഞ്ഞത്. പേടിക്കാനൊന്നുമില്ല.
എനിക്ക് വേണ്ട വേണം. കഴിക്കേ. ശരീരം വളരെ വീക്കാന്നാ പറഞ്ഞേ. കഴിക്കേ പ്ലീസ്. വേണു, ഐ എം റിയലി സോറി വേണു. കണ്ണിക്കൂടെ പൊന്നിച്ച പറഞ്ഞു. വല്ലാതെ വേദനിച്ചല്ലേ? സാരമില്ല. ആഹാരം കഴിച്ചല്ലോ അല്ലേ? കഴിച്ചു. ടാബ്ലറ്റ് ഉണ്ടേ. ഇത് തീരുമ്പോ ഒന്ന് പറഞ്ഞേക്കണേ. ശരി. വേണു, എൻ്റെ ബാഗ് അവിടെ ഇരിപ്പുണ്ട്, ഒന്നും എടുക്കുമോ? മോളെ, അമ്മ വരാൻ അല്പം വൈകുമേ? പരിപാടിയൊക്കെ കഴിഞ്ഞു. അമ്മയൊരു ഫ്രണ്ടിൻ്റെ കൂടെ സംസാരിച്ചിരിക്കുക. പിന്നൊരു കാര്യം, അച്ഛന് മരുന്ന് കൊടുക്കാൻ മറക്കരുത്. അമ്മ അങ്ങ് എത്തിക്കോളാം. ശരി എന്നാ. ഞാനവിടെ ഇല്ലേ ഒരു കാര്യവും ശരിയാകത്തില്ല. വേണുവിൻ്റെ ഫാമിലി ഫോട്ടോ ഒന്ന് കാണിക്കുക. വേണു. വേണ്ട, ആദ്യം മാലതിയുടെ ഫാമിലി ഫോട്ടോ കാണട്ടെ. ഇതിൽ അതിനുള്ള സൗകര്യമൊന്നുമില്ല. ഞാൻ നേരിട്ട് കണ്ടോളാം മാലതിയുടെ ഫാമിലി. നേരിട്ടോ? ഇവിടെ നിന്നും മാലതി വീട്ടിൽ കൊണ്ടാക്കുന്നു, അപ്പോൾ എനിക്ക് കാണാമല്ലോ. വേണ്ട, എന്നെ ബസ് സ്റ്റാൻഡിൽ വിട്ടാൽ മതി. ഡോക്ടർ പറഞ്ഞ തനിച്ച് യാത്ര ചെയ്യരുന്ന. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ കൊണ്ടാക്കാം. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. മാലതിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ വീട്ടിൽ കയറുന്നില്ല, പുറത്ത് വിട്ടിട്ട് പോക്കോളാം. വേണു പ്ലീസ്. ഒറ്റയ്ക്ക് പോകണ്ട, എനിക്ക് സങ്കടം. ഞാൻ കൂടെ വരാം. സത്യത്തിൽ ചിലപ്പോൾ കരുതും ഞാനെടുത്ത തീരുമാനം തെറ്റിപ്പോയെന്ന്. ചൂടി നിൽക്കുമ്പോൾ മൃദുവാകെ പൂത്തെന്നോ കാടറിഞ്ഞു. അറിയാതെ നീ വന്നു കാതിൽ പറഞ്ഞപ്പോൾ അഴകുണ്ടെനിക്കെന്നോ ഞാനറിഞ്ഞു. നിന്റെ പ്രതി
സമ്മതം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭിഷ്ടസാധകം ഭക്ത്യാ പഠിക്കിലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷി എന്റെ ഫാമിലിയെ കാണണ്ടേ? തഥാ കേറിയിട്ട് വാ. സിദ്ധിക്കുമാര്യജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായി വരും വന്ധ്യാടുകിൽ നല്ലൊരു സന്തതിയുണ്ടായുള്ളവർ മുക്തനായി വന്നിടും കേട്ടിടുകിൽ ആർത്തവാനായി ദുഃഖിതനായി വരുമവൻ ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിലൻ അതുരനായി വരും അച്ഛൻ ആഹാരം കഴിച്ചോ? മരുന്ന് കഴിച്ചോ? വീണു, ഇതാ ഞങ്ങളുടെ അച്ഛൻ. ഇവളാ എൻ്റെ മോള്. രക്തബന്ധമില്ലെങ്കിലും ഒരമ്മയ്ക്ക് കിട്ടേണ്ട സ്നേഹം മുഴുവൻ എനിക്ക് തരുന്നുണ്ട് എൻ്റെ മോള്. ഇതാ എൻ്റെ കുടുംബം. സ്വന്തക്കാരില്ലാത്തവരാ ഇവരൊക്കെ. എനിക്ക് വരും, ഇവർക്ക് ഞാനുമായിപ്പോ. ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല വേണു. വേണുവിനെ അന്വേഷിച്ച് ഞാൻ ഒരുപാട് അലഞ്ഞു. അവസാനം വീട് വിട്ടിറങ്ങി. നാട്ടിലും വീട്ടിലും ഒക്കെ പാട്ടായി. ഞാൻ വേണുവിൻ്റെ കൂടെ ഒളിച്ചോടിയത്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാനും കരുതി. വേണുമില്ലാതെ എനിക്കൊരു ജീവിതമുണ്ടെന്ന് കരുതിയോ? പറ്റിയില്ല വേണു. ആ സ്ഥാനത്ത് വേറൊരാളെ സങ്കല്പിക്കാൻ. അന്നാ സമയത്ത് എനിക്ക് അഭയം തന്ന സ്ഥലമായത്. ഇപ്പൊ ഞാനാ ഇവരുടെയൊക്കെ അമ്മ. ഇവർക്കൊക്കെ വേണുവിനെ നന്നായി അറിയാം. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇവരോട്. സാരമില്ല വേണു, എനിക്ക് വേണുവിനോട് ഒരു സങ്കടവും ഇല്ല, ഒരു പിണക്കവും ഇല്ല. ഇരിക്കെ, ഞാനൊരു ചായ എടുത്തിട്ട് വരാം. വാ മോളെ. വേണു ഇവിടെ വന്ന് നിൽക്കുകയാണോ? സാരമില്ല വേണു, ചായ കുടിക്കാം. വാ വാ. ഒരുപാട് പേർക്ക് അഭയം കൊടുക്കുന്ന ആളല്ലേ, എനിക്കൂടെ ഒരു അഭയം തരുമോ ഇവിടെ?
മാലതിയുടെ സ്ഥാനത്ത് എനിക്ക് മറ്റൊരാളെ സങ്കല്പിക്കാൻ കഴിഞ്ഞില്ല മാലതി. ദൈവാർത്ഥമായുടനുണ്ടായി ആദികളെല്ലാം അകന്നുപോം നിർണയം. ദേവപിതൃഗണതാപസമുഖ്യന്മാർ ഏവരുമേറ്റം പ്രസാദിക്കും അഭ്യരം. കൽമഷമെല്ലാം അകലും അതേയല്ല, ധർമാർത്ഥകാമമോക്ഷങ്ങൾ സാധിച്ചിടും. അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രിസുതയ്ക്ക് ഉപദേശിച്ചിതാദരാൽ നിത്യവും ശുദ്ധബുദ്ധ്യാ